ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ടാണ് അത് തുടങ്ങിയത്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അത് പിന്നീട് ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുത്തു. ജമാഅത്തെ ഇസ്ലാമിക്ക് ബംഗ്ല എന്നുള്ള വികാരമൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ബംഗ്ല ഒരു സംഘടനയല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ജനാധിപത്യ വികാരമില്ല, മതേതരത്വമില്ല. അവർക്ക് ഒരൊറ്റ വികാരമേ ഉള്ളൂ, ഇസ്ലാം അഥവാ മതം. അവരുടെ വെബ്സൈറ്റ് തന്നെ പറയുന്നത് ശരീഅത്ത് നിയമം പ്രാവർത്തികമാക്കുകയാണ് ഞങ്ങളുടെ പ്രവർത്തന ലക്ഷ്യമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് 1971 ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടപ്പോൾ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ജമാഅത്തെ ഇസ്ലാമി അവിടെ നിരോധിച്ചു. അന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നായിരുന്നു. 2013 വീണ്ടും ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയെയും അവരുടെ വിദ്യാർത്ഥി വിഭാഗത്തെ ഛാത്ര ശിബിറിനെയും നിരോധിച്ചു. ഭരണഘടനയുടെ സെക്യുലർ സ്വഭാവത്തെ എതിർത്തതിൻ്റെ പേരിൽ. ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പാകിസ്ഥാൻ സൈന്യത്തോടൊപ്പം ചേർന്ന് നിലപാടെടുത്ത ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന നാട്ടിലെ പൗരന്മാരായിട്ടുള്ള ആളുകൾ ആ നാടിനെതിരായിട്ട്, മാതൃരാജ്യത്തിനെതിരായിട്ട് അന്യ ഒരു വിദേശ രാജ്യത്തിൻ്റെ അഥവാ ഈ ബംഗ്ലാദേശിനെ അടിച്ചമർത്തി കീഴടക്കി വെച്ചിട്ടുള്ള പാകിസ്ഥാൻ സൈന്യത്തിനോടൊപ്പം ചേർന്ന് നിന്ന ആളുകളാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ. ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ ജന്മനാടിനെ ഒറ്റുകൊടുത്തു എന്ന് മാത്രമല്ല, അന്ന് ബലാത്സംഗങ്ങളും മാനഭംഗങ്ങളും ആയുധമാക്കിയ ആളുകളാണവർ. റസാക്കർ പാരാമിലിറ്ററി ഫോഴ്സ് എന്നുള്ള പേരിൽ ജമാഅത്തെ ഇസ്ലാമി രൂപം കൊടുത്ത റസാക്കർ സേനയാണ് അത് ചെയ്തത്. അതിൻ്റെ സ്ഥാപകൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനിയായിരുന്ന AKM യൂസുഫ് ആയിരുന്നു. അന്ന് ഈ അക്രമങ്ങൾക്ക് ഇരകളായിട്ടുള്ള ആ സ്ത്രീകൾക്ക് പിന്നീട് മുജീബുർ റഹ്മാൻ സർക്കാർ വീരാംഗന പദവി കൊടുത്തു. കാരണം ഈ ഒരു ആ ട്രോമയിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാഷ്ട്രം നിങ്ങളെ ആദരിക്കുന്നു എന്നുള്ള സന്ദേശം അവർക്ക് നൽകാൻ വേണ്ടിയിട്ട് വീരാംഗന പദവി കൊടുത്തു. ലക്ഷക്കണക്കിന് ഹിന്ദു സ്ത്രീകളാണ് അന്ന് ബലാത്സംഗത്തിന് ഇരയായത്. ഈ റസാക്കർ സേന മാത്രമല്ല, ഷാംസ് അൽ ബദർ ഇങ്ങനെയുള്ള പല രൂപത്തിലുള്ള ഹിന്ദു വിരുദ്ധ നീക്കങ്ങൾ അന്ന് അവിടെ നടന്നിരുന്നു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി താലിബാന് സമാനമാണ്. ഹമാസ്, ഐസിസ്, താലിബാൻ ഇതെല്ലാം ഒരേ ഗണത്തിൽപ്പെടുന്ന ആളുകളാണ്. ഒരു തരത്തിലും അങ്ങേയറ്റം ഹീനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വരെ ചെയ്യാൻ മടിയില്ലാത്ത ആളുകൾ. നമ്മൾ സിറിയയിൽ കണ്ടിട്ടുണ്ട് യസീദികളെയും ക്രിസ്ത്യാനികളെയും എങ്ങനെയാണ് കൂട്ടക്കുരുതി നടത്തിയത് എന്നുള്ളത്. സ്ത്രീകളെയും കൊച്ചു പെൺകുട്ടികളെ പോലും എങ്ങനെയാണ് ലൈംഗിക അടിമകളാക്കി മാറ്റിയത് എന്ന്. അതേ സമീപനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടേത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായിരുന്ന മൗദൂദി മതരാഷ്ട്രം സ്ഥാപിക്കാൻ അതിന് ആഹ്വാനം ചെയ്ത ആളാണ്. കേരളത്തിലും മൗദൂദി ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നടക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. അവരുടെ ക്രൂരതകളോടുള്ള അഭിനിവേശം മനസ്സിലാക്കാൻ ആ മാധ്യമങ്ങളിലെ തലക്കെട്ടുകളും മാധ്യമങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളും നോക്കിയാൽ മതി. അഫ്ഗാൻ പ്രസിഡൻ്റായിട്ടുള്ള നജീബുള്ളയെ കൊന്ന് വിളക്കുകാലിൽ കെട്ടിത്തൂക്കിയതിനെ 1996 സെപ്റ്റംബർ മാസത്തിൽ കേരളത്തിലെ മൗദൂദി പത്രം കൊടുത്ത ഹെഡിങ് താലിബാൻ വിസ്മയം എന്നായിരുന്നു. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ പ്രസിഡൻറ്റിനെ, നജീബുള്ള ഭരണാധികാരം പിടിച്ചടക്കിയ ആളല്ല, പട്ടാള മേധാവിയായിട്ട്, തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ കൊന്ന് വിളക്കുകാലിൽ കെട്ടിത്തൂക്കിയതിനെ താലിബാൻ വിസ്മയം എന്ന് അന്ന് 96 സെപ്റ്റംബർ മാസത്തിൽ തലക്കെട്ട് കൊടുത്ത ആളുകളാണ്. താലിബാൻ്റെ രണ്ടാം വരവിൽ സ്വതന്ത്രമായി അഫ്ഗാനിസ്ഥാൻ എന്നുള്ള തലക്കെട്ടാണ് ഇതേ പത്രം കൊടുത്തത്. ഞാൻ പറഞ്ഞത് അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, നിങ്ങൾ ആ രണ്ടാമത്തെ ഈ താലിബാൻ പിടിച്ചടക്കിയ സമയത്തുള്ള ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും.
സാമാന്യ ബുദ്ധിയുള്ള, സാമാന്യ ധാരണയുള്ള ഒരാളും വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ പോകുമ്പോൾ ആ വിമാനത്തിൻ്റെ വീലിലെങ്കിലും പിടിച്ചു തൂങ്ങി രക്ഷപ്പെടാൻ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. 32,000 28,000 അടി ഉയരത്തിലേക്ക് വിമാനം എത്തിക്കഴിഞ്ഞാൽ അത് എത്തുന്നതിന് മുമ്പേ തന്നെ തണുത്ത് വിറങ്ങലിച്ച് ജഡമായി താഴേക്ക് വീഴും എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാൽ പോലും ഇനി ജീവൻ രക്ഷപ്പെടുകയാണെങ്കിലോ എന്നുള്ള പ്രതീക്ഷയോടുകൂടിയിട്ട് പറന്നു പോകുന്ന വിമാനത്തിനകത്ത് കയറാൻ നടത്തിയ പരാക്രമം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ വിമാനത്തിൻ്റെ വീലിൽ പിടിച്ചു തൂങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ദൃശ്യം, അങ്ങനെ ഒരു ദൃശ്യം നടക്കുന്നതിനെയാണ് അഫ്ഗാനിസ്ഥാൻ സ്വതന്ത്രമായി എന്ന് മാധ്യമങ്ങൾ ഹെഡിങ് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ, ഈ കമൻ്റ് വരുന്ന പ്രാണരക്ഷാർത്ഥം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജനങ്ങളുടെ ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ കണ്ടിട്ടുള്ള മലയാളിയോടാണ് ഇതൊക്കെ പറയുന്നത്. കാരണം മതഭീകരതയോട്, ആ മതഭീകരതയുടെ വക്താക്കളായി നിൽക്കുകയും മതഭീകരതയോട് ഐക്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമി ലോകത്തെല്ലായിടത്തും എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് ഇവിടെ പറയുമ്പോൾ ഐസിസ് എന്നുള്ള പേര് നിങ്ങളതിന് പകരമിടാം, ഹമാസ് എന്നുള്ള പേര് അതിന് പകരമിടാം, അങ്ങനെയുള്ള നിരവധി പേരുകൾ, IS എന്ന് പേരിടാം, ഈ താലിബാൻ എന്ന് പേരിടാം. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഈ ഭീകരതയോട് ഐക്യപ്പെടുന്ന ആളുകളാണ്. പക്ഷേ അവർക്ക് വേണ്ടിയാണ് കേരളത്തിലുൾപ്പെടെ ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാത്ത ജനങ്ങളെ തെരുവിലിറക്കി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ തരത്തിലുള്ളൊരു സാഹചര്യം, ഇപ്പോൾ നേരത്തെ ഇവിടെ CPMൻ്റെ പ്രസ്താവനയെക്കുറിച്ച് പറഞ്ഞു. CPMൻ്റെ പ്രസ്താവന വരുന്നത് എപ്പോഴാണ്? CPMൻ്റെ പ്രസ്താവന വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി യൂനുസിനെ പുതിയ ചുമതല ഏറ്റെടുത്തതിൽ ആശംസകൾ നേർന്നുകൊണ്ട് ആ ട്വീറ്റിൽ തന്നെ വളരെ തുറന്ന് ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിന് പരിഹാരം കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് മനസ്സില്ലാ മനസ്സോടുകൂടിയിട്ടുള്ളൊരു പ്രസ്താവന വന്നത്. അപ്പോഴും നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കാരണം അദ്ദേഹം സാധാരണ പറയുന്നത് ഞാൻ ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ വക്താവാണെന്നാണ്. പക്ഷേ ന്യൂനപക്ഷം ഹിന്ദു ആയി കഴിഞ്ഞാൽ അദ്ദേഹം ആ കൂട്ടത്തിൽ പെടില്ല. ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെ വക്താവാണ് അദ്ദേഹം. പക്ഷേ ആ ന്യൂനപക്ഷം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഹിന്ദു ആണെന്നിരിക്കട്ടെ, അദ്ദേഹം ഒരക്ഷരം മിണ്ടില്ല. അതാണിപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. പിണറായി വിജയനും ന്യൂനപക്ഷത്തിൻ്റെ വലിയ വക്താക്കളായിട്ടാണ് എല്ലായ്പ്പോഴും പറയുന്നത്. പക്ഷേ ഹിന്ദു ന്യൂനപക്ഷം പീഡനത്തിനിരയാകുമ്പോൾ, ഹിന്ദു ന്യൂനപക്ഷം അക്രമത്തിനിരയാകുമ്പോൾ രാഹുൽ ഗാന്ധിക്കും പിണറായി വിജയനും ഒന്നും വായിൽ നാവുണ്ടാവില്ല. മ്യാൻമാറിൽ ആഭ്യന്തര കലാപം നടക്കുകയാണ് കുറേ കാലമായിട്ട്. നേപ്പാളിൽ കഴിഞ്ഞ 16 വർഷത്തിനിടയിൽ 14 സർക്കാരുകളാണ് ഭരിച്ചത്. ശരാശരി 6 മാസം, 1 വർഷം കഴിയുമ്പോൾ അവിടെ അവിശ്വാസ പ്രമേയം സർക്കാർ മാറുന്നു. ശ്രീലങ്കയിൽ നടന്ന സംഭവങ്ങളിൽ നമുക്കെല്ലാവർക്കും ഞെട്ടിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളായിരുന്നു. ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു. പാകിസ്ഥാനിലെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അവിടുത്തെ സൈനിക ആസ്ഥാനം അവിടുത്തെ തന്നെ ജനങ്ങൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിൽ അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിക്ക്
ആ പ്രധാനമന്ത്രിക്ക് അവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഞാൻ ആശങ്കപ്പെടുത്തുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ മറുവശം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കുമ്പോഴും 140 കോടി ജനങ്ങളുള്ള നിരവധി ഭാഷകൾ, ഔദ്യോഗികമായിട്ടുള്ള ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകൾ മാത്രമല്ല, 100 കണക്കിന് ഡയലക്ട്സ് ആണ് ഇന്ത്യയിലുള്ളത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ, വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതികൾ, മതം, ജാതി, ഉപജാതി ഇതെല്ലാം ഉള്ള രാജ്യമായിട്ടുള്ള ഇന്ത്യ വളരെ ശക്തനായിട്ടുള്ള ഒരു ജനകീയ നേതാവിൻ്റെ കീഴിൽ, ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു ജനകീയ നേതാവിൻ്റെ കീഴിൽ, നരേന്ദ്രമോദിയുടെ കീഴിൽ ശാന്തമായി സുസ്ഥിരമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാനും ആശ്വസിക്കാനുമുള്ള കാര്യമാണ്.